അസ്സലാമു അലൈക്കും. മോനെ ഷാനു. ആ ശബ്ദം കേട്ട് അവർ ഡോറിന് നേരെ നിൽക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അവരെ സന്തോഷം ഇല്ലാതായി. ഛേ, ഇതിനെ നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലോ. ഞാൻ പോവണോ അത് ഇവിടെ നിൽക്കണോ? നീ എന്തിനാ പോകുന്നത്? അതെ മോനെ, നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഉമ്മ എന്തേ നേരത്തെ? ഇന്നലെ പോകുമ്പോൾ വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? അത് മോനെ, ഇവിടെ ജിനു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടി അവൾക്ക് ഒറ്റയ്ക്ക് നടക്കില്ലല്ലോ. അതാണ് ധൃതി പിടിച്ചോടി വന്നത്. ഇവിടെ വിരുന്നുകാർ വരുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? പാവം, അവളെ എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നില്ലേ? ഓ പിന്നെ സാറിൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഷോപ്പിങ്, എന്തോ ഒപ്പിക്കാനുള്ള ഷോപ്പിംഗ് ആണല്ലോ. എന്തെങ്കിലും കാര്യം നേടാനാവും ഇതുപോലെ തേനൊഴുകുന്ന വാക്കും പറഞ്ഞ് സാറിനരികിലേക്ക് വരാറുള്ളത്. ഇതെന്താ ഉമ്മാൻ്റെ കയ്യിലെ? ഇതേ കുറച്ച് മാങ്ങയാ, എളാമ തന്നു വിട്ടതാ. അവിടെ ഉണ്ടായതാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്, നിനക്കിഷ്ടല്ലേ? ഞാൻ പോയി കഴുകി മുറിച്ചു കൊണ്ടുവരാം. അത് കേട്ട് ആദി ഷാനുവിനെ നോക്കിയെന്ന് ആക്കി ചിരിച്ചു. തിരികെ ആദിയെ നോക്കി ഷാനു ഒന്ന് കണ്ണുരുട്ടി. സാറിൻ്റെ കയ്യിൽ നിന്ന് എന്തോ നേടാനുണ്ട് കേട്ടോ, അതിനു വേണ്ടിയാ ഈ ഷോപ്പിങ്. ഉമ്മ പോകുന്നത് നോക്കി ആദി പറഞ്ഞു. അത് എനിക്കും മനസ്സിലായടാ, നീ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നേരത്തെ ഉള്ള വരവ് പോലും അതിന് വേണ്ടിയോ? എന്തായാലും സാറൊന്ന് സൂക്ഷിച്ചോ. താഴേക്കിറങ്ങിയ ഉമ്മ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് നിറയെ മുറിച്ച മാങ്ങയുമായി റൂമിലേക്ക് വന്നു. ദാ മോനെ, കഴിക്കി. എന്തിനാ ഇത്രയൊക്കെ? ഇവനെ കൂടെ കൊണ്ടുവന്നതാ, കഴിക്കാതെ. അവൻ്റെ അരികിലിരുന്ന് ഉമ്മ ഓരോ കഷ്ണം മാങ്ങയും അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്നെക്കൊണ്ട് കഴിപ്പിക്കണമെന്ന വാശി പോലെ. ആദ്യമായിട്ടാണ് ഷാനുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. ഈ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് മുഴുവനും ഷാഹിക്കുള്ളതാ. കുഞ്ഞിലെ അങ്ങനെയാണ്, എല്ലാം അവനായിട്ട് മാറ്റിവെക്കും. വലുതായപ്പോഴും അങ്ങനെ തന്നെ. അവൻ പരാതി പറയാനൊന്നും പോവാറില്ല, പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവൻക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, ആഗ്രഹമുള്ളത് കഴിക്കണമെങ്കിൽ മാമാൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. ഷാനു ആലോചിച്ചു. എന്താ മോനെ നീ ആലോചിക്കുന്നത്? കഴിക്ക്. മതിയുമ്മ, ആകെ 3 കഷ്ണല്ലേ കഴിച്ചുള്ളൂ, ഒന്നുകൂടെ കഴിക്കും മോനെ. ആദ്യയാണെങ്കിൽ പേരിന് ഒരു കഷ്ണം എടുത്ത് മെല്ലെ റൂമിൽ നിന്ന് മുങ്ങി. ഉമ്മ, വയറ് നിറഞ്ഞു, ബാക്കി ഇവിടെ വന്നവർക്ക് കൊടുത്തേക്ക്. അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ കൈ കഴുകിത്തരാം. വേണ്ട, അത് ആദ്യം ചെയ്തോളൂ ഉമ്മ. അവൻ പുറത്ത് കാണും, ഉമ്മ അവനെ ഒന്ന് വിളിച്ചാൽ മതി. ഉമ്മ താഴേക്കിറങ്ങിയതിന് ശേഷമാണ് ആദി റൂമിലേക്ക് വന്നത്. നീ വേഗം മുങ്ങിയില്ലേ? നല്ല ആളാ. ഇല്ലെങ്കിലേ സാറിനോടുള്ള സ്നേഹം കാരണം അത് മുഴുവൻ എന്നെക്കൊണ്ട് കഴിപ്പിക്കും. നീ എൻ്റെ കൈ കഴുകി വന്നതാ. എന്തായാലും എന്താവും ഈ സ്നേഹത്തിന് പിന്നിൽ? എന്തായാലും ചെറിയ കാര്യമില്ല കേട്ടോ, എന്തോ വലിയ കാര്യമാണ്. സാറിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റാനുള്ള പ്ലാനാണ്. അതുതന്നെയാണടാ ഞാനും ചിന്തിക്കുന്നത്. ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ പോയതിനു ശേഷം എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും ജിനുവിൻ്റെ ഉമ്മാനെയും അനിയത്തിമാരെയും വിളിക്കാൻ ഉപ്പ വന്നു. പിന്നെ കുറച്ച് സമയം അവൻക്ക് അരികിലിരുന്ന് സംസാരിച്ച ശേഷമാണ് യാത്ര പറഞ്ഞ് അവർ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചത്. അവർ പോയതിനു ശേഷം ജിനു റൂമിലേക്ക് വന്നു. ഷാനുക്കാൻ്റെ ഉമ്മാക്ക് എന്ത് പറ്റി? എന്തേ ജിനു, എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ലേ, എന്നോട് ഭയങ്കര സ്നേഹം. അപ്പോൾ നിന്നോടുണ്ടല്ലേ ആ സ്നേഹം? ഞാൻ കരുതി എന്നോട് മാത്രമാണെന്ന്. അവർക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ട്. ഷാനുക്ക ഒന്ന് ശ്രദ്ധിച്ചോ. ഉമ്മ. എന്താ ഷാഹി? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി മരുമോളെ സ്നേഹിക്കുന്നതിനിടയിൽ ഞാനെന്ന ഒരാൾ ഇവിടെ ഉള്ള കാര്യം ഉമ്മ മറന്നുപോയെന്ന്. ഉമ്മാക്ക് എന്ത് പറ്റി ഉമ്മ? അവരോട് പതിവില്ലാത്തൊരു സ്നേഹം. എന്താടാ നിനക്ക് കുശുമ്പ് വരുന്നുണ്ടോ? എനിക്കെന്തിന് കുശുമ്പ്? ഈ സ്നേഹം യഥാർത്ഥമല്ലെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാലോ. ഇനി അതിൻ്റെ കാരണമൊന്ന് അറിഞ്ഞാൽ മതി. അതൊക്കെ പറയാടാ. ആദ്യം ഞാൻ ഈ ഡോറൊന്ന് ലോക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ ചെക്കൻ കയറി വന്നു വരും. ഞാൻ ഇന്നലെ എളാമാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? എളാമയുടെ വീടിൻ്റെ അടുത്തുള്ള സലീം ഖാനെ അറിയില്ലേ നീ? ഏത് സലീം ഖാൻ? എനിക്ക് മനസ്സിലായില്ല. അവൻ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ 2 ഇരട്ടപ്പെൺകുട്ടികളില്ല സലീമിക്കില്ലേ? ഇപ്പോൾ മനസ്സിലായി. 2 ഇരട്ടപ്പെൺകുട്ടികളെന്ന് പറഞ്ഞപ്പോൾ അവന് വേഗം മനസ്സിലായി. കാരണം അവർക്ക് പിന്നാലെ അവൻ കുറേ വെള്ളം ഇറക്കി നടന്നതാണ്.
എന്നിട്ട് അവർക്ക് എന്തു പറ്റി ഉമ്മ? അവർക്ക് ഒന്നും പറ്റിയില്ല. ആദ്യം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കടാ. അയാൾക്ക് ടൗൺ ഭാഗത്തായി 30 സെൻറ്റ് സ്ഥലമുണ്ട്. ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലമാണ്. ഉമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്ഥലം ഇപ്പം എന്തിനാ നമുക്ക്? നിക്ക് ചെക്ക, ഞാൻ മുഴുവനും പറയട്ടെ. ഈ 30 സെൻറ്റ് സ്ഥലം അയാളെ മക്കളെ കല്യാണത്തിന് വേണ്ടി അയാൾ വിറ്റു. ഓഹോ, ഇതാണോ പാനക്കാര്യം? അങ്ങനെ ആരെല്ലാം സ്ഥലം വിൽക്കുന്നു വാങ്ങുന്നു, ഇതൊക്കെ നോക്കി നടന്നിട്ട് നമുക്കെന്താ കാര്യം ഉമ്മ? ഇതാണ് ഉമ്മ റൂം അടിച്ചിട്ട് സ്വകാര്യം പോലെ പറയാൻ വന്നത്? അതല്ലടാ, നീ കേൾക്ക്. അയാൾ വിറ്റ സ്ഥലം എടുത്തത് ആരാന്ന് അറിയോ നിനക്ക്? അയാളെ സ്ഥലം ആരെങ്കിലും എടുത്തോട്ടെ, അതിന് എനിക്കെന്താ ഉമ്മ? ഹോ, ഇവനെ ഞാൻ... ഡാ പൊട്ടാ, ആ സ്ഥലം എടുത്തത് ഷാനുവാണ്. ഏ, എന്താ ഉമ്മ പറഞ്ഞത്? അവൻ ഞെട്ടലോടെ ചോദിച്ചു. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു വരുന്നത്. അത്രയും വില കൂടെ സ്ഥലം ഷാനു എടുത്തുവെന്നോ? ഉമ്മാനോട് ആരായി കള്ളം പറഞ്ഞത്? അതൊക്കെ വെറുതെ പറയാണ്. കള്ളല്ലടാ, ഞാൻ നേരിട്ട് അറിഞ്ഞ സത്യമാണ്. അവൻ്റെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പെയാണ് അവൻ അഡ്വാൻസ് കൊടുക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ എന്നായിരുന്നു അവർ പറഞ്ഞുറപ്പിച്ചത്. അപ്പോഴേക്കും അവന് ആക്സിഡൻറ്റ് സംഭവിച്ചില്ലേ? ഓ ഭാഗ്യം, അപ്പോൾ അത് ക്യാൻസലായില്ലേ? ഒലക്ക, ആ സ്ഥലം അവൻ തന്നെ വാങ്ങി. അതെങ്ങനെ? അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് ചെയ്ത് അയാളെ മക്കളെ വിവാഹത്തിനുള്ള പണവും അയാൾക്ക് കൊടുത്തു. ബാക്കി പൈസ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെ ഉമ്മ? അവനിങ്ങനെ കിടക്കുമ്പോൾ? അതൊക്കെ അവൻ്റെ മാമനല്ലേ? അയാൾ ആണല്ലോ ഇവൻ്റെ വലങ്കൈ. ഇനി 6 മാസം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ. അവൻ 6 മാസം കഴിഞ്ഞാൽ എണീറ്റ് നടക്കുമെന്നാണല്ലോ അവരൊക്കെ വിശ്വാസം. അതാണ് 6 മാസത്തേക്ക് നീട്ടിയത്. അപ്പോൾ അവൻ എണീറ്റ് നടന്നില്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കൂലേ? നീ ആവശ്യമില്ലാത്തതും ചിന്തിക്കല്ലേ. അവനെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും നിൻ്റെ പേരിലേക്ക് മാറ്റണം. അതിനു വേണ്ടിയാണ് ഞാൻ അവനെങ്ങനെ സോപ്പിട്ട് കൂടുന്നത്. ഓ, അപ്പോൾ അതിനാണോ ഉമ്മ അവരെ പിന്നാലെ സ്നേഹം നടിച്ച് കൂടെ കൂടിയത്? എങ്കിലിപ്പോൾ കിട്ടിയത് തന്നെ കൈ കൈകി ചെന്നാൽ മതി ഉമ്മ. ഇപ്പോൾ എഴുതി തരും. ഈ ഉമ്മാൻ്റെ ഒരു കാര്യം. അതൊക്കെ ഞാൻ എഴുതി വാങ്ങിച്ചോളാടാ. നീയായിട്ട് അതിനൊരു മുടക്കൊന്നും പറയാതിരുന്നാൽ മതി. നീ നോക്കിക്കോ, അവനെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കും. നടക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല ഉമ്മ. കാരണം അത് ഷാനുമാണ് ആള്. നമ്മൾ ചോദിക്കുമ്പോൾ 1000-ഓ 2000-ഓ എണ്ണി തരുന്നത് പോലെയല്ല. അത്ര എളുപ്പമല്ല അവൻ്റെ കയ്യിൽ നിന്നും സ്ഥലം വാങ്ങുന്നത്. അതൊക്കെ എനിക്കറിയാടാ. അതിനാണ് ഞാൻ പറഞ്ഞത് അവനോടും അവളോടും സ്നേഹത്തോടെ നിൽക്കണമെന്ന്. ഞാൻ മാത്രമല്ല, നീയും. എന്നാലേ കിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ഇല്ലാത്ത സ്നേഹം പെട്ടെന്ന് നമ്മൾ അവനോട് കാണിക്കുമ്പോൾ അവന് സംശയം വരും, അറിയാലോ. അവൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിൽ കാണുന്നത് അവൻ മാനത്ത് കാണും. അതിന് ഇന്ന് തന്നെ പോയി അവനോട് സ്നേഹം കാണിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. പതിയെ അവനോട് അടുത്തു തുടങ്ങണം. അങ്ങനെ അവന് തോന്നണം നിനക്കും അവനോട് സ്നേഹമുണ്ടെന്ന്. അതൊക്കെ നിൻ്റെ മിടുക്ക് പോലെ ഇരിക്കുവാടാ. ഉമ്മ, ഇതൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണേ, മുൻപിൽ നിൽക്കുന്നത് ഷാനു ആയതുകൊണ്ട്. പിന്നെ അവനെ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാൻ അവൻ്റെ മാമനും കട്ടക്ക് കൂടെയുണ്ട്. എടാ ഷാഹി, ഇങ്ങനെയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂലട്ടോ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വെറുതെ ശ്രമിക്കുക എന്ന് മാത്രം. ഒന്നും നടക്കാൻ പോലമ്മ. ഒന്ന് പോടാ അവിടുന്ന്. കരിനാക്ക് വളച്ചു പറയാതെ. എല്ലാം നിൻ്റെ നല്ലതിന് വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. ഉമ്മാൻ്റെ വിശ്വാസം ഉമ്മാനെ രക്ഷിക്കട്ടെ, അല്ലാതെന്താ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അറിയില്ല, അവൻ ഒത്തിരി സമയമായി ആരോടെ ഫോണിൽ സംസാരിക്കുന്നു. എന്തോ സീരിയസ് വിഷയമാണെന്നാണ് തോന്നുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ വന്നിട്ടില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നതിന് ശേഷം റൂമിൽ നിന്ന് പോയതാ. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്താണാവോ കാര്യം? സാർ, നീ എവിടെയായിരുന്നു ആദി? ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നീ ആരോടാ ഇത്ര നേരം ഫോണിൽ സംസാരിച്ചത്? അത് അമ്മയാണ് വിളിച്ചത്. എന്തു പറ്റി? അച്ഛമ്മ ഹോസ്പിറ്റലിലാണ്. അച്ഛമ്മയ്ക്ക് എന്തു പറ്റി? ഇന്നലെ രാത്രി തലകറങ്ങി ബാത്റൂമിൽ വീണതാണല്ലോ. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ ICUവിലാണെന്നാ അമ്മ പറഞ്ഞത്. ഞാനിന്ന് ഹോസ്പിറ്റൽ വരെ പോവട്ടെ? രാത്രി ആവും മുമ്പേ തിരിച്ചു വരാം. ICUവിലാണെന്ന് കേട്ടപ്പോൾ ഒരു ടെൻഷൻ. അതിനെന്താടാ, നീ പോയി വാ. ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് വരണ്ട. ഹോസ്പിറ്റലിലെ കാര്യം എന്താണെന്ന് നോക്കിയിട്ട് വന്നാൽ മതി. ബസ്സിൽ പോവാൻ നിൽക്കണ്ട കേട്ടോ. കാറ് കൊണ്ടുപോയിക്കോ. ബസ്സിൽ പോയാൽ ഒരുപാട് ലേറ്റ് ആവും. നീ എവിടെ എത്താൻ? അയ്യോ, അതൊന്നും വേണ്ട സാർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ പറയുന്നത് കേൾക്കാതെ കാറിൽ പോയാൽ മതി. സംസാരിച്ച് നിൽക്കാതെ പോയി റെഡി ആയിക്കോ. നിനക്ക് കഴിക്കാനുള്ളത് ജിനു എടുത്തു വെച്ചിട്ടുണ്ട്.
അത് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ആ എന്നാ പോയി വാ, അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കണം. ആ വിളിക്കാം. പിന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ഞാൻ അയച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടാവും, അവിടെ നീ ബുദ്ധിമുട്ടരുത്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അയ്യോ അതൊന്നും വേണ്ടായിരുന്നു, എനിക്ക് അന്ന് തന്നതല്ലേ, കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. സംസാരിച്ച് നിൽക്കാതെ പോയി വാ ആദി. കാറിൻ്റെ ചാവിയൊക്കെ എടുത്തില്ലേ? ആ എടുത്തു. ഷാനു കാറുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഷാനുക്ക. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ചെറുതായി ഒന്ന് മയങ്ങി വരുമ്പോഴാണ് ജിനുവിൻ്റെ വിളി. എന്തേ ഷാനുക്ക ഉറക്കമായിരുന്നോ? ഞാൻ ഉറങ്ങാൻ നിൽക്കായിരുന്നു. സോറി പറയാതെ നീ വിളിച്ച കാര്യം പറ ജിനു. ആദ്യം പോയതിന് ശേഷം വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ 1-2 തവണ അവനെ വിളിച്ചു നോക്കി, പക്ഷേ കിട്ടുന്നില്ല. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണതോ അവിടെ റേഞ്ച് ഇല്ലാത്ത കുഴപ്പമാണോ എന്നറിയില്ല. ഞാനും വിളിച്ചു, പക്ഷേ റിങ് ചെയ്യുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത്. എന്തായാലും അവൻ തിരിച്ചു വിളിക്കാതിരിക്കില്ല. ഓൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യായിരിക്കും. പിന്നെ ആദ്യം ഇവിടുത്തെ കാർ കൊണ്ടുപോയത് ഉമ്മാക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്താ, എന്തെങ്കിലും പറഞ്ഞോ ഉമ്മ? പറഞ്ഞു. അതിന് ആദ്യം കൊണ്ടുപോയത് ഉമ്മാൻ്റെ മോൻ വാങ്ങിയ കാറില്ലല്ലോ, ഞാൻ വാങ്ങിയതല്ലേ കഷ്ടപ്പെട്ട്. പിന്നെന്താ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്തത്? ഉമ്മ പറയാ അവന് കള്ളം പറഞ്ഞ് ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞതാവുന്ന്. കള്ളം പറഞ്ഞ് ശീലമുള്ളവർക്ക് അങ്ങനെ പലതും തോന്നും, അല്ലെങ്കിലും നല്ലതൊന്നും അവരെ ചിന്തയിൽ വരില്ല. ആദ്യം അങ്ങനെയൊന്നുമില്ല. ഇവിടുന്ന് പോകാൻ വേണ്ടി അവനെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അവനോട് പോയി വരാൻ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ പറഞ്ഞ ഉടനെ പോവായിരുന്നല്ലോ. ആദ്യം എനിക്ക് അറിയുന്നത് പോലെ ഉമ്മാക്കറിയില്ലല്ലോ. പിന്നെ എപ്പോഴും മനസ്സ് ദുഷ്ചിന്താഗതികളുമായി നടക്കുന്നവർക്ക് അങ്ങനെ പലതും തോന്നും. അല്ല എന്നിട്ട് എവിടെ? ഉമ്മ എങ്ങോട്ട് പോയി? ആ ഉമ്മ ഷാനുക്കാക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. ഓ അതെന്താ? എനിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇലയുടെ ആവുമല്ലേ? അറിയില്ല, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സഹായിക്കണ്ടെന്ന്. അവിടെ ഇല്ലാത്തതല്ലേ മോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന്. ഈയിടെ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണല്ലോ, അതുകൊണ്ട് എനിക്ക് വല്ല അത്ഭുതമൊന്നും തോന്നിയില്ല. ഷാനുക്കാക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ ഇലയട? ഷാനുഖാൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് കൂടെ പറഞ്ഞു തരുമോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും അല്ലടേ, കുഞ്ഞുനാളിലെ അങ്ങനെ വളർന്നത് കൊണ്ടാവും. പിന്നെ ഇഷ്ടങ്ങൾ പറഞ്ഞാലും അത് നടത്തി തരാൻ എനിക്ക് എൻ്റെ ഉമ്മയില്ലല്ലോ. ഉമ്മമാരുണ്ടെങ്കിലല്ലേ നമ്മൾ പറയാതെ തന്നെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരിക. അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കാറാണ് പതിവ്. പിന്നെ മാമൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ആരോടും പറയാനില്ല. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചത് വിഷമയോ? ഏയ് വിഷമമൊന്നുമില്ല. കുഞ്ഞുനാളിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഷാനുക്ക? ഇനി അതൊന്നും ഓർക്കണ്ട, ഓർത്താൽ ഇന്ന് മുഴുവനും ടെൻഷനാവും. അന്ന് വൈകിട്ട് ഷാനുവിന് ചായ എടുക്കാൻ വേണ്ടി ജിനു താഴേക്ക് പോയെങ്കിലും ഉമ്മ അവളെ സമ്മതിച്ചില്ല. ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഉമ്മ തന്നെയായിരുന്നു അവന് ചായയും ഇലടയും കൊടുത്തത്. ഒറ്റ ഇരുപ്പിൽ 3 ഇലടയും തന്നെ കഴിപ്പിച്ചു. ഈ സ്നേഹം എന്തിനാണെന്ന് ഇതുവരെ അവന് മനസ്സിലായിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ ഉമ്മ അവനെ സ്നേഹിക്കില്ലെന്ന് അവനറിയാം. ഏതായാലും വൈകാതെ അവനത് കണ്ടുപിടിക്കും. വൈകിട്ട് സിദ്ധു അവനെ കാണാൻ വന്നിരുന്നു. അവനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ആദിയുടെ കോൾ. എന്താ ആദി, നീ എന്താ വിളിക്കാഞ്ഞത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ? ഞാൻ നിന്നെ ഒത്തിരി തവണ വിളിച്ചല്ലോ, പക്ഷേ കിട്ടുന്നില്ലല്ലോ. ഇവിടെ റേഞ്ചില്ല സാർ, ഞാനിപ്പോൾ പുറത്ത് വന്നിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എനിക്ക് തോന്നി. എങ്ങനെയുണ്ട് അച്ചമ്മയ്ക്ക്? ഇപ്പോഴും ഐസിയുവിലാണുള്ളത്. ഡോക്ടർ പറഞ്ഞത് ഒന്നും പറയാനായിട്ടില്ല എന്നാണ്. ഞാൻ സാറിനെ വിളിച്ചതേ നാളെ വന്നാൽ മതിയോ എന്ന് ചോദിക്കാനാണ്. അച്ചമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ? അവൻ പറയാൻ വന്നത് പറയാതെ ഒന്ന് നിർത്തി. അത് മനസ്സിലാക്കി അവൻ പറഞ്ഞു, അത് കുഴപ്പമില്ലാതെ നീ നാളെ പോരെ. നീ പോകുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ലാന്ന്. സാറിന് അതൊരു ബുദ്ധിമുട്ടാവോ? ഇല്ല, എന്ത് ബുദ്ധിമുട്ട്? ജിനു ഉണ്ടല്ലോ, പിന്നെ അവൾക്ക് എന്നെ എഴുന്നേൽപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ട് കാണും. അത് കുഴപ്പമില്ല, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, സാരില്ല. ഞാൻ നാളെ എന്തായാലും വരാട്ടോ. ഓക്കേടാ, ടെൻഷനൊന്നും ആവണ്ട, അച്ചമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആരെ ഷാനുക്ക വിളിച്ചത്? ആദ്യം ആവില്ലേ വിളിച്ചത്? അതെ, അവൻ ഇവിടെ ഇല്ലാതെ ഇരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്.
പക്ഷെ അവൻ്റെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവൻ്റെ ആവശ്യങ്ങൾക്കല്ലേ? നാളെ വരുമെന്ന് പറഞ്ഞോ? അച്ഛമ്മയെ ICUവിൽ നിന്ന് മാറ്റിയാൽ വരാമെന്ന് പറഞ്ഞു. അവർക്കൊക്കെ എന്തെങ്കിലും വന്നാൽ അവന് ഭയങ്കര ടെൻഷനാണ്. ഇതിനു മുമ്പ് എന്നെ നോക്കാൻ വന്നപ്പോഴും ഇങ്ങനെ ഒരു സീനുണ്ടായിരുന്നു. അതും അവൻ്റെ അച്ഛമ്മയ്ക്ക് തന്നെയായിരുന്നു. അവൻ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും വയ്യായ്ക വരുമ്പോഴും അവന് ടെൻഷനാ. ഷാനുക്ക, വന്നോ? സിദ്ധു ഉള്ളത് കൊണ്ടാണോ? നിന്നെ ഇവിടേക്ക് കണ്ടതേ ഇല്ലല്ലോ. നിങ്ങൾ സംസാരിച്ചിരുന്നോട്ടേന്ന് കരുതി ആദ്യം വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നോ? ഇന്ന് വരുമോ അവനെ? ഇല്ല, അവൻ വരില്ലെന്ന്. അവൻ്റെ അച്ഛമ്മ ICUവിലാണല്ലോ. ICUവിൽ നിന്ന് മാറ്റിയിട്ട് വരാമെന്ന്. എന്ത് പറ്റി? അവൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊരു ടെൻഷൻ. എന്നെക്കൊണ്ട് നീ ബുദ്ധിമുട്ടാവോ? പിന്നെ ഷാനുക്ക, ഒരു കാര്യം, എളാപ്പാൻ്റെ ഉമ്മ മരിച്ചെന്ന് പറഞ്ഞ് ഉമ്മാക്കിപ്പോൾ എളാമ്മ വിളിച്ചിരുന്നു. അവർ കുറേ ആയി വയ്യാതെ കിടക്കുന്നു. അല്ല, എന്നിട്ട് ഉമ്മ പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഉമ്മ പോയാൽ ആദ്യം ഇവിടെ ഉണ്ടാവുമല്ലോ എന്നോർത്തു. പക്ഷേ ആദ്യം ഇന്ന് വരില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പേടി അവൾക്ക്. ആദ്യം ഇവിടെ ഉണ്ടെങ്കിൽ അവൾക്കൊരു ധൈര്യമായിരുന്നു. ഷാനുഖാനോടാണെങ്കിൽ ഒന്നും പറയാനും വയ്യ. ആ ഷാഹിയാണെങ്കിൽ എവിടേക്കും പോവാതെ ഇവിടെ തന്നെ അടയിരിക്കും. ഉമ്മ ഇന്ന് വരില്ലല്ലോ? ഇല്ല, നാളെ എല്ലാം കഴിഞ്ഞിട്ടേ വരൂ. ഷാഹി പോകുന്നുണ്ടോ? ഉമ്മ അവനെ ഒത്തിരി തവണ വിളിച്ചു. അവനില്ലെന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. ഏത് സമയം അവനെ അത് തന്നെയാണല്ലോ പണി. അവനൊന്ന് പുറത്തേക്ക് പോയിക്കൂടെ? തീറ്റയും ഉറക്കവും മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള ചിന്തയൊന്നും അവനില്ല. എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ ജോലി എന്തിനാ? ജിനു, ഈ പെണ്ണ് ഞാൻ വിളിച്ചതൊന്നും കേൾക്കാതെ എന്തോന്ന് ഈ ആലോചിച്ചിരിക്കുന്നത്? ജിനു, നീ എന്താണ് ഈ പെണ്ണ് ആലോചിക്കുന്നത്? നിനക്ക് എന്താ ഒരു ടെൻഷന്? ഇവിടെ ആരുമില്ലാത്ത ടെൻഷനാണോ? എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഷാനുക്ക. അത് ചുമ്മാ. നിന്റെ മുഖം കണ്ടാൽ അറിയാടി നല്ല ടെൻഷനുണ്ടെന്ന്. നിന്റെ ടെൻഷൻ്റെ കാരണം പറ, എന്നാലല്ലേ എനിക്ക് പരിഹാരം കാണാൻ പറ്റൂ. പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ അവസരത്തിൽ ഞാനത് പറഞ്ഞാൽ അത് ഷാനുഖാൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് വേണ്ട ഷാനുഖ, ഇപ്പോൾ ഒന്നും പറയണ്ട. അവൾ മനസ്സിലോർത്തു. നീ ഉമ്മ പോയോന്ന് നോക്ക്. എല്ലായിടത്തൊന്നും ലെട്ടിയിട്ട് വെച്ചേക്ക്. നിൽക്ക്, പോവല്ലേ. ഇനി കിച്ചണിൽ ജോലിയൊന്നുമില്ലല്ലോ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഷാനുക്ക. എങ്കിലേ അത് കഴുകി വെച്ച് വേഗം പോര്. അവൾ താഴേക്ക് ചെല്ലുമ്പോൾ ഉമ്മ പോവാൻ റെഡിയാവുകയാണ്. മോളെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോണിട്ടോ. എനിക്ക് നാളെ വൈകിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഉമ്മ അവളോട് സംസാരിക്കുമ്പോൾ ഷാഹി അവളെ തന്നെ നോക്കുന്നുണ്ട്. ആ നോട്ടം കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആര് പോയത് അവനറിയാം. ആ സന്തോഷം അവന് നല്ലതുപോലെ കാണാനുണ്ട്. ഉമ്മ ഓട്ടോയിലാണോ പോകുന്നത്? റോഡിലേക്ക് ഇറങ്ങിയാലേ ഓട്ടോ ഇഷ്ടം പോലെ കിട്ടൂലേ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. മോള് പോയി ഷാനുവിനോട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ. ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകണമെങ്കിലേ ക്യാഷ് കൊടുക്കണ്ടേ? എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. എന്തിനാ ഓട്ടോയിൽ പോകുന്നത്? ഷാഹിയുടെ ബൈക്കില്ലേ, അതിൽ പോയാൽ പോരെ ഉമ്മ? അവൻ്റെ വണ്ടിയിൽ പെട്രോളില്ലെന്ന്. പിന്നെ എങ്ങനെ എന്നെ കൊണ്ടുവിടും? നീ സംസാരിച്ചു നൽകാതെ അവനോട് പൈസ വാങ്ങുക. പെട്രോൾ ഇല്ലാഞ്ഞിട്ടാവില്ല, അവൻ മനഃപൂർവ്വം പോവാത്തതാവും. ഷാനുക്ക, എന്താ ഉമ്മ പോയോ? ഇല്ല, പോവാൻ നിൽക്കുക. ഷാനുഖാനോട് പൈസ കൊടുക്കാൻ പറഞ്ഞു. എന്തിനെ? ഓട്ടോയിൽ പോവാൻ. ഷാഹില്ലേ അവിടെ? ഉമ്മാനെ അവനൊന്ന് കൊണ്ടുവിട്ടാൽ പോരെ? വെറുതെ ക്യാഷ് കൊടുത്ത് ഓട്ടോയിൽ പോണോ? അത് ഞാൻ ചോദിച്ചതാ. അപ്പോൾ വണ്ടിയിൽ പെട്രോളില്ലെന്ന് പറഞ്ഞു. അതൊക്കെ അവന് ചുമ്മാ പറയുന്നതാ. എന്തായാലും ക്യാഷ് എൻ്റെ പേഴ്സിൽ കാണും, അതിൽ നിന്ന് എടുത്ത് കൊടുത്തേക്ക്. ഉമ്മാൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്ത് ഉമ്മ പോയതിന് ശേഷം അവൾ വേഗം കിച്ചണിലേക്ക് നടന്നു. കിച്ചണിലേക്ക് നടക്കുമ്പോൾ അവൾ ഷാഹിയെ നോക്കി. അവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മറത്തെ ഡോർ അടച്ചിട്ടില്ല. അവൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ പാത്രങ്ങൾ കഴുകി വെച്ച് ഷാനുഖാൻ്റെ അരികിലേക്ക് പെട്ടെന്ന് തന്നെ പോകണം. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കഴുകി തീർക്കാം. പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം കഴുകി വെച്ച് ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച് തിരിച്ചു നടക്കാൻ പോകുമ്പോഴാണ് കറണ്ട് പോയത്. പേടിക്കണ്ട, ഞാനിവിടെയുണ്ട്. അവൾക്ക് ഈ തൊട്ടരികിൽ നിന്നും ആ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇവിടെ മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ എന്ന്. കാരണം അവിടുത്തെ വീട്ടിലെല്ലാം വിളിച്ച ഇത് അവൻ്റെ പണിയോ? പഠിച്ചോനെ, ഒന്ന് ഉച്ചത്തിൽ കയറാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ കരഞ്ഞാൽ ഇനി ഷാനുക്ക കേൾക്കും. ജിനു, ഒന്നുകൂടെ അവൾക്ക് അരികിലേക്ക് കൊണ്ടവൻ വിളിച്ച് അവളെ കയ്യിൽ പിടിച്ചതും ധൈര്യം സംഭരിച്ചവൾ അവനെ പിടിച്ച് തള്ളി മുൻപോട്ടോടി.
ഓടുന്ന ഓട്ടത്തിൽ കാൽ ചെയറിൽ തട്ടി അവൾ നിലം പതിച്ചു. ടേബിളിനോട് ചേർന്നുള്ള ചെയർ നടക്കുന്ന വഴിയിൽ അവൻ മനഃപൂർവ്വം കൊണ്ടിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. നീ എന്തിനാ ജിനു ഇങ്ങനെ പേടിച്ചോടിയത്? എന്നിട്ടല്ലേ വീണത്? ആ ഇരുട്ടിലും അവളെ നോക്കി അവനൊരു ക്രൂരമായ ചിരിയോടെ അവൾക്ക് അരികിലേക്ക് വരുന്നത് അവൾ കണ്ടു. എൻ്റെ അരികിൽ നിന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. നീ ഒച്ച വെച്ചാൽ ആര് വരാനോ? തളർന്നു കിടക്കുന്ന നിന്റെ കെട്ടിയോനോ? പിന്നെ നിന്റെ രക്ഷകനാണെങ്കിൽ ഇവിടെ ഇല്ല. നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കാതെ ഒരു പെണ്ണെ, എന്നോടൊന്ന് സഹകരിച്ചൂടെ? എത്ര നാളായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നു. നിന്നെ വേദനിപ്പിക്കാനല്ലല്ലോ, സ്നേഹിക്കാനല്ലേ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത്. ഇന്ന് വരെ അവനിൽ നിന്ന് കിട്ടാത്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിനക്ക് തരാം. അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. എങ്ങനെയും എണീറ്റ് ഓടാമെന്ന് വിചാരിക്കുമ്പോൾ കാലിലെ വേദന കാരണം പെട്ടെന്ന് അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വേദന കടിച്ചു പിടിച്ചവൾ അവനിൽ നിന്നൊരു രക്ഷക്കായി മുൻപോട്ടോതി. അവൾക്ക് തൊട്ടു പിൻപിലായി ശരവേഗത്തിൽ തന്നെ അവനും അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. വേദനിക്കുന്ന കാലുമായി ഓടിയവൾ മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാ അവൾക്ക് പിറകിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഉമ്മ എന്നുള്ള അവൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദവും കേട്ടു. ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കാൻ നിൽക്കുമ്പോഴേക്കും മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ മുൻപിൽ നിൽക്കുന്ന ആ രൂപത്തെ കണ്ട് അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. മാമൻ മാത്രമല്ല മോളെ, മാമിയുണ്ട്. അപ്പോഴാണ് മാമന് പിന്നിൽ അവിടുത്തെ കാഴ്ച കണ്ട് പകച്ചു നിൽക്കുന്ന മാമിയെ അവൾ കണ്ടത്. എന്താ മോളെ ഇതൊക്കെ? ഇവിടെ കറണ്ടില്ലേ? മാമൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് സങ്കടം പിടിച്ചു നിർത്താൻ കഴിയാതെ മാമിയെ കെട്ടിപ്പിടിച്ചവൾ കരഞ്ഞുപോയി. കുറച്ച് സമയം കൊണ്ട് മാത്രം അവൾ എന്തുമാത്രം ഭയന്നിട്ടുണ്ടെന്ന് അവളുടെ നെഞ്ചിടിപ്പിൽ നിന്ന് മനസ്സിലായിരുന്നു. കരയില്ല മോളെ, അവളെ ചുമലിൽ തട്ടിയെ കൊണ്ട് മാമി പറഞ്ഞു. അപ്പോഴേക്കും അവൻ തറയിൽ നിന്ന് പിടഞ്ഞെണീറ്റു. മാമൻ കാണാതെ പുറത്തേക്ക് പോവാൻ നിന്നെങ്കിലും നേരത്തെ കിട്ടിയതിനേക്കാൾ ശക്തിയിൽ മാമൻ്റെ കാലുകൾ അവൻ്റെ നെഞ്ചിന് നേരെ ഉയർന്നിരുന്നു. ആ വേദനയിൽ അവനൊന്ന് അലറി, വായ പൂട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് മാമൻ കാലുകൊണ്ട് അവൻ്റെ കൈവിരൽ ചവിട്ടി നിരിച്ചു. വേദനയിൽ അവൻ്റെ കൈവിരലുകൾ പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർവാധികം ശക്തിയോടെ മാമൻ അവൻ്റെ വിരലുകൾ ചവിട്ടി നിരിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എന്നെ ഒന്നും ചെയ്യരുത് എന്ന്. ഇനി നിന്റെ കൈ പൊങ്ങരുത്. അതിനുള്ള പണം ഞാൻ നിനക്ക് തരാൻ പോവാ. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. ആരുമില്ലാത്ത അവസരം നോക്കി ഈ പാവം പെൺകുട്ടിയെ കീറി പിടിക്കാൻ ശ്രമിച്ച പിന്നെ ഞാൻ നിന്നോട് എന്ത് ചെയ്യുമടാ? ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കഴുതേ, നീ നാറിയാണെന്ന് പലതവണ തെളിയിച്ചതാ. പക്ഷേ ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം നിന്നിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഇപ്പോൾ ഇവിടുന്ന് കളിച്ച കളി അത് ഷാനി കിടക്കുന്ന ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. അവൻ്റെ പെണ്ണിൻ്റെ നേരെ മോശമായ ഒരു നോട്ടം നോക്കിയെന്ന് അവനറിഞ്ഞാൽ നിന്നെ വെട്ടി തുണ്ടമാക്കും. എല്ലാം ഞാൻ അവനെ അറിയിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, അവനെ നീണീറ്റ് നടക്കട്ടെ. അതുവരെയുള്ളൂ നിന്റെ ഇവിടുത്തെ പുറത്ത്. നിന്നെ ഞാൻ കാണിച്ചു തരാം. മോളെ, അപ്പുറത്തെ വീട്ടിലെല്ലാം കറണ്ടുണ്ടല്ലോ, ഇവിടെ എന്താ ഇല്ലാത്തത്? ഞാൻ പോയി നോക്കാം മോളെ, നീ അവിടെ നിൽക്ക്. മാമൻ പോയി മെയിൻ സ്വിച്ച് നോക്കി. അത് ഓഫാക്കിയിട്ടതായിരുന്നു. അത് ഓണാക്കി വീണ്ടും ഉമ്മറത്തേക്ക് നീ കയറി. ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മോളെ. നീ ഷാനുവിൻ്റെ അരികിലേക്ക് ചെല്ല്. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. നീയും ചെല്ല്. മാമിയെ നോക്കി മാമൻ പറഞ്ഞു. ജിനു, മാമി റൂമിലേക്ക് ചെല്ലുമ്പോൾ താഴെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ ആകെ ഉയർത്ത് കുളിച്ച് കിടക്കുകയായിരുന്നു ഷാനു. ആരെങ്കിലും വന്നാൽ എനിക്കൊന്ന് എണീറ്റിരിക്കാമായിരുന്നു എന്നവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഷാനുക്ക. അതുവരെ അവളിൽ ഉണ്ടായിരുന്ന ഭയമെല്ലാം അവനിൽ നിന്ന് മറച്ചു പിടിച്ചൊരു മുഖത്ത് പുഞ്ചിരി വരുത്തി കൊണ്ടവൾ ജ്വലിച്ചു. ഞാൻ നിന്നെ ഒത്തിരി വിളിച്ചു. നീ എവിടെയായിരുന്നു? കറണ്ട് പോയപ്പോൾ ഞാനാകെ പേടിച്ചു. ഇരുട്ടിൽ ഒറ്റക്കാതിൽ അല്ല, നിന്നെ ഓർത്തിട്ട്. ഉമ്മയും ആദ്യം അവിടെ ഇല്ലാത്തതല്ലേ. നിനക്കാണെങ്കിൽ നല്ല പേടിയല്ലേ. കറണ്ട് പോയപ്പോൾ പെട്ടെന്ന് എവിടേക്ക് പോകണമെന്നറിയാതെ നിന്ന് പോയി ഷാനുക്ക. അവൾ എങ്ങനെയും ഒരു കള്ളം പറഞ്ഞൊപ്പിച്ചു. എന്താ നിന്റെ മുഖത്തൊരു പേടി? ഷാഹി ഉണ്ടോ തായേ? ഇല്ല. ജിനു നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ മറുപടിയായി മാമി പറഞ്ഞു. നിങ്ങളെപ്പോഴാണ് വന്നത്? മാമൻ എവിടെ? താഴെയുണ്ട്, ഇപ്പോൾ വരും. നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിക്കേ, അല്ലെങ്കിൽ മാമനെന്ന് വിളിക്കേ. വേണ്ട ഷാനുക്ക, ഞാൻ പിടിച്ചിരുത്താം. അവൾക്ക് സഹായിയായി മാമയും കൂടി അവനെ പിടിച്ചിരുത്താൻ സഹായിച്ചു. മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ലടാ, അവൾ എൻ്റെ ആങ്ങള വന്നപ്പോൾ അവൻ്റെ കൂടെ പോയി. ഇവിടേക്ക് വരുന്നത് അറിയില്ലല്ലോ. പെട്ടെന്നല്ലേ നീ വരണമെന്ന് വിളിച്ചു പറഞ്ഞത്? അപ്പോൾ ഷാനുക്ക് പറഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? പിന്നല്ലാതെ ഇപ്പോൾ തന്നെ വരണമെന്ന് വിളിച്ചു പറഞ്ഞതാ.
മാമൻ താഴെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് കാണുന്നില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ആരോടെ ഫോണിൽ സംസാരിക്കായിരുന്നു. മാമി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാമൻ കയറി വരുന്നതാണ് കണ്ടത്. അവനെവിടെ? അവനെ കൊന്നോ നിങ്ങൾ? കൊന്നിട്ടില്ല, കൊല്ലേണ്ടതായിരുന്നു. എൻ്റെ ഷാനുവിനെ ഓർത്ത് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. പാവം, ഇപ്പോൾ അവൻ ഒന്നും പറയണ്ട, താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. ഷാഹി എവിടെ? ഇവിടെ നോക്കിയാൽ കാണില്ല, അവന് പുറത്തുണ്ട്. മാമൻ പറഞ്ഞത് കേട്ട് ജിനവും മാമയും പുറത്തേക്ക് പോയി നോക്കുമ്പോൾ കണ്ടു മുറ്റത്തെ മാവിൽ അവനെ കെട്ടിയിട്ടത്. അടികൊണ്ട് അവനാകെ തളർന്നിട്ടുണ്ട്. ചുണ്ടുപൊട്ടി രക്തം വരുന്നുണ്ട്. നേരെ നിൽക്കാൻ കഴിയാതെ വളഞ്ഞാണ് നിൽക്കുന്നത്. ആ നിൽപ്പ് കണ്ടാലറിയാം മാമൻ അവൻ്റെ കാലിനെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു ഞെരുക്കം മാത്രമേ അവനിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്നുള്ളൂ. ഇന്ന് മുഴുവൻ അവനെവിടെ നിൽക്കട്ടെ. നാളെ നേരം പുലർന്നിട്ട് തീരുമാനിക്കാം അവനെ എന്ത് ചെയ്യണമെന്ന്. നല്ലതുപോലെ കൊടുത്തൂലേ? അവനെ ഇല്ലാതാക്കാനായിരുന്നു ആഗ്രഹം. ഇങ്ങനെയൊരു നശിച്ച ജന്മം എന്തിനാ ഭൂമിയിലെ? മോള് വന്നത് മുതൽ അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണോ? പറ മോളെ. പിന്നെ പലപ്പോഴായി അവനിൽ നിന്ന് നേരിടേണ്ടി വന്നതെല്ലാം അവൾ മാമനെയും മാമിയെയും പറഞ്ഞു കേൾപ്പിച്ചു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും മോൾ എന്തേ ഞങ്ങളോടൊന്നും പറയാതിരുന്നതേ? പേടിച്ചിട്ടാ മാമ. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ലെങ്കിലോ? ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.